ഹായ് സ്റ്റുഡൻസ്, ദ സാഗ ഓഫ് ദ ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സ് എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സാഗ എന്ന് പറഞ്ഞാൽ എ ലോങ് സ്റ്റോറി ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. ഒരാളുടെ ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിനെ കുറിച്ചുള്ള ഒരു ഹീറോയിക്കൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ സാഗ എന്ന് പറയുന്നത്. ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യുന്ന ആളുകൾ. ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, മുംബൈയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ഡബ്ബാവാലാസ് ആണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഒരു ഡബ്ബാവാല എന്ന് പറഞ്ഞാൽ. ലഞ്ച് ബോക്സസ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഓഫീസിലേക്ക് എത്തിക്കുന്നൊരു ജോബാണ് ഡബ്ബാവാലാസിനുള്ളത്. ദേ ആർ യുണീക്ക് ടു മുംബൈ. മുംബൈയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഡബ്ബാവാലാസ്. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദം ബിക്കോസ് നോ അതർ സിറ്റി ഹാസ് എ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ബൂമിംഗ് ബസ്ലിംഗ് ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദം. ഈ വേൾഡിൽ വേറെ ഒരു സിറ്റിയിലും ഈ ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണ്? നോ അതർ സിറ്റി ഹാസ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ബൂമിംഗ് ബസ്ലിംഗ് ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബൂമിംഗ്, കുതിച്ചുയരുന്ന, ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ തിരക്കുള്ള, ഇത്രയും കുതിച്ചുയരുന്ന തിരക്കുള്ള വേറൊരു സിറ്റി കാണാൻ കഴിയില്ല. ഇതുപോലത്തെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു സിറ്റി വേറെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേറൊരു സിറ്റിയിലും ഡബ്ബാവാലാസ് ഇല്ല എന്നാണ് പറയുന്നത്. For one thing, skyrocketing land prices make it virtually impossible for the average employee to live near their place of work anywhere in Mumbai. മുംബൈയിലുള്ള വേറൊരു പ്രോബ്ലമാണ് പറയുന്നത്. സ്കൈറോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ്. സ്കൈറോക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുതിച്ചുയരുന്ന ലാൻഡ് പ്രൈസസ്, ഭൂമിയുടെ വില, വസ്തുവിൻ്റെ വില. മേക്ക് ഇറ്റ് വിർച്വലി ഇമ്പോസിബിൾ ഫോർ എൻ ആവറേജ് എംപ്ലോയി. ഒരു ആവറേജ് എംപ്ലോയിനെ സംബന്ധിച്ച് ഈ ഒരു വില, സ്ഥലത്തിൻ്റെ അതിയായിട്ടുള്ള വില കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലിവ് നിയർ ദെയർ പ്ലേസ് ഓഫ് വർക്ക്. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊന്നും സ്ഥലം വാങ്ങി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല ഒരു നോർമൽ എംപ്ലോയിക്ക്. കാരണം അവിടെ അത്രയും ഹൈ ആയിട്ടുള്ള പ്രൈസാണ് സ്ഥലത്തിനുള്ളത്. മോറോവർ മുംബൈ ഇസ് എ ഗ്രേറ്റ് മാഗ്നറ്റ്. അതുപോലെ തന്നെ മുംബൈ എന്താണ് ഒരു വലിയ മാഗ്നറ്റാണ്. ഇറ്റ് ഡ്രോസ് പീപ്പിൾ ഫ്രം ആൾ ഓവർ ഇന്ത്യ. കാരണം എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പ്രദേശങ്ങളിലെ ആളുകളെ അവരേക്ക് അട്രാക്റ്റ് ചെയ്യും മുംബൈ. ഈച്ച് വിത്ത് ദെയർ ഓൺ ഡയറ്ററി ഫോയിബിൾസ് ആൻഡ് ടാബ്യൂസ്. ഈ ഓരോ ആളുകളും എങ്ങനെയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഡയറ്ററി ഫോയിബിൾസ് എന്നാൽ വീക്ക്നെസ്. ഓരോരുത്തരുടെയും ഡയറ്റ്, ഫുഡ്, ഓരോരുത്തരുടെ ശീലങ്ങളൊക്കെ ചെറിയ ചെറിയ വീക്ക്നെസ്സുകൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. Besides, as the cost of living in Mumbai soared, it became increasingly difficult to get one's meals from downtown eateries. അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റ് ഓഫ് ലിവിങ്, മുംബൈയിൽ ജീവിക്കാനുള്ള ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് സോർ ചെയ്യുന്ന ഉയർന്നു. ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസ് വേണം മുംബൈയിൽ ഒരു നോർമലായിട്ടുള്ള ആൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ഡെയിലി ഡൗൺ ടൗൺ ഈറ്ററീസ്, ടൗണിലുള്ള ഈറ്ററീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണശാലകളിൽ നിന്നൊക്കെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോർമലായിട്ടുള്ള ആളുകൾക്ക്. ആൻഡ് സിൻസ് വി ഇന്ത്യൻസ് ഹാവ് നോട്ട് യെറ്റ് ടേക്കൺ ടു സാൻഡ്വിച്ചസ്, സാലഡ്സ് ആൻഡ് കോൾഡ് കട്ട് ഓർ ഈവൻ കോൾഡ് ഫുഡ് ഇൻ ജനറൽ. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻസിന് എന്താണ് ഈ ഒരു സാൻഡ്വിച്ച്, സാലഡ്സ്, കോൾഡ് കട്ട് ഫുഡ്സ് അല്ലെങ്കിൽ കോൾഡ് മീൽസ് ഒന്നും കഴിച്ച അത്ര ശീലമില്ല. The great army of Mumbai workers are left with just two options. ആളുകളുടെ ഈ ഒരു ഭക്ഷണശീലം കൊണ്ടൊക്കെ എന്താണ്, ഇവർക്ക് ഈ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ഓപ്ഷൻസാണ് ഫുഡിൻ്റെ കാര്യത്തിലുള്ളത്. എന്തൊക്കെയാണ്? starve all through the working day or dream of having someone deliver your hot home cooked meal to your office. ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റാർവ്, പട്ടിണി കിടക്കുക, ആ ഒരു വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്ത ഹോം മെയ്ഡ് മീൽ ഓഫീസിലേക്ക് ക്യാരി ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അൻ ഇമ്പോസിബിൾ ഡ്രീം, ഇതൊരു ഇമ്പോസിബിൾ ഡ്രീമാണ്. പക്ഷേ ബട്ട് ദെൻ മുംബൈ ഇസ് എ സിറ്റി വേർ മെനി ഇമ്പോസിബിൾ ഡ്രീംസ് ഹാവ് ബിക്കം റിയാലിറ്റി. പക്ഷേ മുംബൈ എന്താണ്, ഒരുപാട് ഇമ്പോസിബിൾ, നടക്കില്ല എന്ന് വിചാരിച്ച ഡ്രീംസും പോസിബിളാക്കി കൊടുത്തൊരു സിറ്റിയാണ് മുംബൈ. ആസ് ദിസ് വൺ ഡിഡ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും സംഭവിച്ചത്. എൻഡ് ഓഫ് ദ ഡബ്ബാവാലാസ്. ഈ സമയത്താണ് ഡബ്ബാവാലാസ്, ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സിന് എൻട്രി സംഭവിച്ചത്. ഡബ്ബ എന്ന് ഉദ്ദേശിക്കുന്നത് ടിഫിനാണ്, ടിഫിൻ ബോക്സ്.
ഡബ്ബാവാലാസ് എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സ് ക്യാരി ചെയ്യുന്ന ആളുകൾ. ഇവരുടെ ഒരു എൻട്രി വന്നത് ഈ ഒരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. As former Mumbaikars, we had seen these food couriers hustle on board our commuter trains. അപ്പോൾ മുംബൈയിൽ ജീവിച്ചിരുന്ന ആളുകൾ പറയുന്ന കാര്യമാണ്, വി ഹാഡ് സീൻ ദീസ് ഫുഡ് കൊറിയേഴ്സ്, ഈ ഫുഡ് ക്യാരി ചെയ്തിട്ടുള്ള ഈ ആളുകൾ. ഹസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരക്ക് പിടിച്ചിട്ട് ഇവർ ട്രെയിനിൽ കയറുന്നത്. ഓൺ കമ്മ്യൂട്ടർ ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ യാത്രാ തീവണ്ടികളാണ്, ചരക്ക് കൊണ്ടുപോകുന്നതല്ലാതെ ആളുകൾ യാത്ര ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനാണ് കമ്മ്യൂട്ടർ ട്രെയിൻ. ഈ കമ്മ്യൂട്ടർ ട്രെയിനിലൂടെ ഇവർ കയറുന്നത്, ഈ ടിഫിൻ ബോക്സൊക്കെ പിടിച്ച് ഇവർ കയറുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. Rush off at the terminus and trod through crowded roads carrying coffin-sized crates laden with lunch. റഷ് ഓഫ്, ഇവരുടെ റഷ് തിരക്ക് പിടിച്ച് പോകണം. ടെർമിനസ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റുകളാണ്, അതായത് ആ ഒരു ട്രെയിൻ നിർത്തുന്ന സ്ഥലത്ത് നിന്ന്. ആൻഡ് ട്രോട്ട് ത്രൂ ക്രൗഡഡ് റോഡ്, ട്രോട്ട് ചെയ്യാന്നാൽ റൺ ചെയ്യുക, തിരക്ക് പിടിച്ച് ഓടുകയാണ്. ക്രൗഡഡ് റോഡ്, ആളുകൾ തിങ്ങി നിറഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളിലൂടെ ഇവർ ഈ ക്യാരി ചെയ്തുകൊണ്ട്, ഈ ടിഫിൻ ബോക്സസ് ക്യാരി ചെയ്ത് ഓടിപ്പോകുന്നത് കാണാറുണ്ട് എന്ന് പറയാണ്. കഫിൻ സൈസ്ഡ് ക്രേറ്റ്സ് ലേഡൺ വിത്ത് ലഞ്ച്, ഇവർ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്നത് പറയാണ്. കഫിൻ എന്ന് പറഞ്ഞാൽ നോർമലി ശവപ്പെട്ടികളാണ്. കഫിൻ സൈസ്ഡ് ക്രേറ്റ്സ്, കഫിൻ്റെ അതേ സൈസുള്ള ക്രേറ്റ്സ് പറഞ്ഞാൽ മരത്തിൻ്റെ പലകകളിൽ ഇങ്ങനെ ലെയ്ഡൺ ചെയ്തിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടാണ് ഇവർ ടിഫിൻ ബോക്സസ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ദേ വർ ആസ് മച്ച് ആസ് പാർട്ട് ഓഫ് ദ മുംബൈ സീൻ ആസ് ദ ബ്ലാക്ക് ക്യാപ്സ് വിത്ത് യെല്ലോ ടോപ്സ്. ഈ ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സ് എങ്ങനെയാണ് മുംബൈയിൽ അത്രയും സുലഭമായിട്ട് കാണാൻ തുടങ്ങി. ഏതുപോലെ ബ്ലാക്ക് ക്യാപ്സ് വിത്ത് യെല്ലോ ടോപ്സ്, മുംബൈയിൽ കാണുന്ന ഒരു തരം ക്യാബ്, ടാക്സികളാണ്. ബ്ലാക്ക് കളർ ടാക്സി, അതിൻ്റെ മുകൾ യെല്ലോ കളർ ടാക്സീസ്, അതിൻ്റെ മുകൾ ഭാഗം ബ്ലാക്ക് കളറായിട്ടുള്ള, നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാബ് എന്ന് പറഞ്ഞാൽ മുംബൈയിൽ അത്ര സുലഭമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സിനെയും കാണാൻ തുടങ്ങുകയാണ്. ഇൻ ദ ഇയർ 1819, 1890-കളിലുള്ള സംഭവമാണ്. ആൻ ഓൾഡ് പാഴ്സി ലേഡി ഇൻ ദ സബർബ് ഓഫ് ദാദാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തുള്ള ഒരു ഓൾഡ് പാഴ്സി ലേഡി സ്പോക്ക് ടു മഹാദു യുഹാജി ബച്ച, ഈ ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. എന്ത്? ഷീ വാണ്ടഡ് ഹിം ടു ഹെൽപ്പ് ഹെർ to get a tiffin carrier across to her husband who worked in the commercial heart of Bombay. അവൾക്ക് വേണ്ട എന്തായിരുന്നു, അവളുടെ ഹസ്ബൻഡ് കൊമേഴ്ഷ്യൽ ഹാർട്ട് ഓഫ് ബോംബെ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അവളുടെ ഹസ്ബൻഡിന് എന്നും ഒരു ടിഫിൻ ബോക്സ് ലഞ്ച് കൊണ്ടുപോയി കൊടുക്കാൻ ഒരാളെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. ദാറ്റ് വാസ് എ സ്റ്റാർട്ട് ഓഫ് ദ ഡബ്ബാവാലാസ്. ഇതിലൂടെയാണ്, ഈ ഒരു ഒറ്റ ആവശ്യത്തിലൂടെയാണ് ഈ ഡബ്ബാവാലാസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ തുടങ്ങിയത്. ഫ്രം ദോസ് ഹംബിൾ ബിഗിനിങ്സ് ദ സെൽഫ് മെയ്ഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഹാസ് ഗ്രോൺ ഇൻ ടു എ ഹ്യൂജ് നെറ്റ്വർക്ക്. ഈ ഒരു ഹംബിളായിട്ടുള്ള ഒരു ചെറിയ ബിഗിനിങ്സ്, ചെറിയൊരു സ്റ്റാർട്ടിൽ നിന്ന് ഈ ഒരു സെൽഫ് മെയ്ഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ, സെൽഫ് മെയ്ഡ് എന്നാൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു ഹ്യൂജ് നെറ്റ്വർക്ക്, ഒരു വലിയ നെറ്റ്വർക്കായിട്ട് മാറുകയാണ്. ഹൂസ് ഇൻക്രെഡിബിൾ എഫിഷ്യൻസി ഹാസ് വൺ ദ അഡ്മിറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾസ് ആൻഡ് ഈവൻ ദ പ്രിൻസ് നൗ കിങ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്. ഇവരുടെ ഒരു നെറ്റ്വർക്ക്, ഇവരുടെ ഒരു വർക്ക്, അതുപോലെ തന്നെ ഇവരുടെ കഴിവ്, അത് ഈവൻ ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളിലെ ആളുകൾ വരെ അതിനെ അഡ്മയർ ചെയ്തു. അതുപോലെ തന്നെ പ്രിൻസ്, അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്, അന്നത്തെ രാജാവായിരുന്നു, അവർ വരെ ഇതിനെ പുകഴ്ത്താണ്. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച്, ഹ്യൂമിഡ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പമുള്ള കുറച്ചൊരു വെറ്റിയായിട്ടുള്ളൊരു ഡേ. In March, to the crash of the carrier-laden crates called trays being deposited on the pavement, the clang of tiffin carriers being sorted out of its ways, and the announcement from the railway station, we spoke to the president and the members of the Mumbai Tiffin Box Suppliers of Association. അപ്പോൾ ഒരു ദിവസം ഉള്ളൊരു കാഴ്ചയാണ് പറയുന്നത്. ക്രാഷ് ഓഫ് കാരിയർ ലേഡൻ ക്രേറ്റ്സ്, ഈ ഒരു ഫുഡ് കൊണ്ടുപോകുന്ന ഈ ഒരു ലേഡൻ ക്രേറ്റ്സ്, ഈ ട്രേസ്, ഇതിനെ ട്രേ എന്നാണ് അവർ വിളിച്ചത്. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, അവർ ഒരു മരത്തിൻ്റെ ട്രേ പോലുള്ള ഒരു ഇതിലാണ് ഈ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതെല്ലാം അവരെന്താണ് ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, സോർട്ടഡ് ഔട്ട് ഓഫീസ് വൈസ്, ഓരോ ഓഫീസിലുള്ള ആളുകൾക്ക് അനുസരിച്ച് ഫുഡിനെ സോർട്ട് ചെയ്യുകയാണ്, തരംതിരിക്കുകയാണ്.
ആൻഡ് അനൗൺസ്മെൻറ്റ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ആ തിരക്കിനിടയിൽ എന്താണ് റെയിൽവേ സ്റ്റേഷനിലുള്ള അനൗൺസ്മെൻറ്റ്സ് കേൾക്കുന്നുണ്ട്. ഇതിനൊക്കിടയിൽ എന്താണ് വി സ്പോക്ക് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ദ മെമ്പർ ഓഫ് മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷൻ. മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായിട്ട് ഇവർ സംസാരിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ? ഇന്ന് എത്ര ഡബ്ബാവാലാസ് ഉണ്ട്, എത്ര ടിഫിൻ ബോക്സ് ക്യാരിയേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. 3500 പ്ലൈയിങ് ഇൻ വെസ്റ്റേൺ റെയിൽവേ. വെസ്റ്റേൺ റെയിൽവേയിലായിട്ട് 3500 ആളുകളുണ്ട്. ആൻഡ് 1500 ഓൺ സെൻട്രൽ റെയിൽവേ. സെൻട്രൽ റെയിൽവേയിൽ 1500 ആളുകളുണ്ട്. ആൻഡ് ദിസ് സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് ഇസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ. ഈ ഒരു സ്റ്റേഷൻ എവിടെയാണ്? വെസ്റ്റേൺ റെയിൽവേൻ്റെ ഭാഗമാണ്. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോയിങ്. ഞങ്ങൾക്ക് എന്താണ് 2 lakh 2 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്. ആൻഡ് ദിവസവും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. റിയലി ഇൻസ്പയർഡ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്. ഇത്രയും ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ് ഉണ്ടായിട്ടും ആളുകൾ ഈ ഡബ്ബാവാലാസിനെയാണോ ആശ്രയിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. യു കാൺ ലിവ് ഓൺ ഫാസ്റ്റ് ഫുഡ്. അവരുടെ മറുപടി എന്താണ്? ഫാസ്റ്റ് ഫുഡിൽ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നൊന്നും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റില്ല. വാട്ട് ടൈം ഡു യു പിക്കപ്പ് ഫുഡ്? ഏത് സമയത്താണ് നിങ്ങൾ ഫുഡ് കളക്ട് ചെയ്യുകയെന്ന് ചോദിക്കുകയാണ്. ദ ഏർലിയസ്റ്റ് ഇസ് അറ്റ് 8 in the morning. രാവിലെ 8 മണിക്കാണ് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അവർ ഫുഡ് കളക്ട് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡി വി ലീവ് ബട്ട് വി ഗിവ് ദാറ്റ് കസ്റ്റമർ വൺ മോർ ചാൻസ്. അത് റെഡി ആയില്ലെങ്കിൽ എന്താണ് അവിടുന്ന് പോവും. അതുപോലെ തന്നെ ആ കസ്റ്റമറിന് ഒരു ചാൻസ് കൂടെ നൽകും. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലേഡ് വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്. നെക്സ്റ്റ് ടൈമും ഡിലേ ആയി കഴിഞ്ഞാൽ അവരെ എന്താണ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. വി ഡെലിവേർഡ് ടു ദ ഓഫീസ് ബൈ 1 PM ഷാർപ്പ് ഓർ ഏർലിയർ. ഷാർപ്പായിട്ട് 1 മണിക്കോ അതല്ലെങ്കിൽ അതിന് മുമ്പോ ആയിട്ട് ഈ ലഞ്ച് ഓഫീസിൽ അതത് ആളുകളിലേക്ക് ഇവർ എത്തിക്കും. വി കളക്ട് ബൈ 2 PM. അതിനുശേഷം എന്താണ് കളക്ട് ബൈ 2 PM. ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം ആ ടിഫിൻ ബോക്സസ് 2 PM ആകുമ്പോൾ ഇവർ തിരിച്ച് കളക്ട് ചെയ്യും. ഇഫ് ലേറ്റ് വി ലിവ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ പോവും. ആൻഡ് അഗെയിൻ ഓൺലി 1 more ചാൻസ്. പിന്നീട് എന്താണ് ഒരു ചാൻസ് മാത്രമേ ഒരാൾക്കും കൊടുക്കുകയുള്ളൂ. വി ഡെലിവർ എംപ്റ്റി ടിഫിൻ ബോക്സസ് ടു ദ കസ്റ്റമേഴ്സ് ബൈ 5:30 in the evening. അതിനുശേഷം എന്താണ് വൈകുന്നേരം 5:30 ഈ എംപ്റ്റി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് കസ്റ്റമേഴ്സിന് അത് കളക്ട് ചെയ്ത് അതേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. എംപ്റ്റി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് പിറ്റേ ദിവസം അവർ ഫില്ല് ചെയ്ത് 8 മണിക്ക് കളക്ട് ചെയ്യുന്നു. ഓരോ വീടുകളിൽ നിന്ന് ഇവരുണ്ടാക്കുന്ന ടിഫിൻ ബോക്സ് കളക്ട് ചെയ്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവരുടെ വീട്ടിലെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ജോബ്. വി ചാർജ് അബൌട്ട് 500 per customer എവ്രി മന്ത്. ഒരു കസ്റ്റമറിന് ഓരോ മാസവും 500 rupees ഇവർ ചാർജ് ചെയ്യുന്നത്. അനേതർ മെമ്പർ ചിംഡ്. ഇതിൻ്റെ ഇടയ്ക്ക് അനേതർ മെമ്പർ ചിംഡ്. ചിമ്മ കാരണം പെട്ടെന്നൊരു മെലോഡിയസ് ആയിട്ടുള്ള സൗണ്ടിൽ സംസാരിക്കാം. ഐ കൊളക്ട് ടിഫിൻ ക്യാരിയേഴ്സ് ഫ്രം 20 flats ഇൻ അന്തേരി ദാറ്റ് സോ ഫാർ അവേ. അവർ പറയുന്നത് എന്താണ് അന്തേരിയിലുള്ള 20 ഫ്ലാറ്റുകളിൽ നിന്ന് ഇവർ ടിഫിൻ ബോക്സ് കളക്ട് ചെയ്യുന്നു. അത് ഒരുപാട് ദൂരെയാണ്. ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ? ഒരു ട്രേയിൽ എത്ര ടിഫിൻ ബോക്സ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. 40 to 45. ഏകദേശം 40 മുതൽ 45 വരെ ടിഫിൻ ബോക്സസ് ഒരു ട്രേയിൽ കൊണ്ടുപോകും. എ ലേഡൻ ട്രേ വെയ്റ്റ്സ് 85 to 100 kilos. ഒരു ട്രേക്ക് എന്താണ് 85 മുതൽ 100 kilograms വരെ ഭാരമുണ്ട്. ആൻഡ് ദെയർ ആർ 5 ചേഞ്ചിങ് പോയിൻറ്റ്സ് where we offload the trays from the train. അതുപോലെ തന്നെ 5 ചേഞ്ചിങ് പോയിൻറ്റ്സ് 5 സ്ഥലങ്ങൾ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഈ ടിഫിൻ ബോക്സ് അവർ പുറത്തേക്ക് ഇറക്കുന്നു. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ്. അതിനുശേഷം മറ്റ് ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ദെൻ ചേഞ്ച് ദം അഗെയിൻ. ഇറ്റ്സ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ് ആൻഡ് വെരി ആക്യുറേറ്റ്ലി. വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് ഓരോ ഓഫീസിനനുസരിച്ച് അവിടെ ആളുകൾക്ക് അനുസരിച്ചൊക്കെ ഇവർ ലഞ്ച് ബോക്സ് ഡിഫറെൻറ്റ് ട്രേസിലാക്കി അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്യാണ്. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ ക്യാരിയേഴ്സ് ഗോസ് ഇൻ ടു വിച്ച് ട്രേ? ഏത് ടിഫിൻ ക്യാരിയർ ഏത് ട്രേയിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. വി ഹാവ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഓൺ എവറി ടിഫിൻ ക്യാരിയർ. ഓരോ ടിഫിൻ ക്യാരിയറിൽ എന്താണ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട് അവർ. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റ്, ദ ചേഞ്ചിങ് പോയിൻറ്റ്, ഡെലിവറി പോയിൻറ്റ്, ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ഓരോ ചേഞ്ചിങ് പോയിൻറ്റ്, ഡെലിവറി പോയിൻറ്റ്സ്, ലൊക്കേഷൻ, ഫ്ലാറ്റൊക്കെ അനുസരിച്ച് ഓരോ ടിഫിൻ ബോക്സിനും ഇവർ ന്യൂമറിക്കൽ നമ്പേഴ്സ് ആൽഫ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൂ വർക്ക്ഡ് ഔട്ട് ദ സിസ്റ്റം ഫോർ യു? ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് ഉണ്ടാക്കി തന്നതെന്ന് ചോദിക്കുകയാണ്. വി ഡിഡ്. ക്യാൻ യുവർ MBS ഡു ഇറ്റ്? ഞങ്ങൾ സ്വന്തമാണ് ചെയ്തത്. ക്യാൻ യുവർ MBS, നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള നിങ്ങളുടെ MBS ഒക്കെ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നെവർ.
ഇൻ ഫാക്ട് ദേ ഹാവ് ഓഫൺ ആസ്ക്ഡ് us to explain it to them. അത് പക്ഷേ എന്താണ്, ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈവൻ പ്രിൻസ് ചാൾസ് വരെ ഇതെങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വി സെൻഡ് ഹിം എ പ്രസൻറ്റ് ഫോർ ഹിസ് വെഡ്ഡിങ് ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. ഞങ്ങളെന്താണ് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ്ങിന് ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്തു. അതുപോലെ തന്നെ തിരിച്ച് അദ്ദേഹം ഞങ്ങളുടെ ഈ സിസ്റ്റത്തിനെ കുറിച്ച്, ഞങ്ങളുടെ സിസ്റ്റം ഫ്ലോലെസ് ആണ്, അതിൽ തെറ്റുകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറയുകയാണ് ഒരു ലെറ്ററിലൂടെ. ഹൗ ഓൾഡ് ഇസ് ദ ഓൾഡസ്റ്റ് ഡബ്ബാവാല? ഏറ്റവും പ്രായം കൂടിയ ഡബ്ബാവാലയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. ദാറ്റ്സ് ബിക്കാജി. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിക്കാജി. 74 years old. അദ്ദേഹം എന്താണ് 74 years old ആണ്. ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 50 years. 50 വർഷമായിട്ട് ഒരു ഡബ്ബാവാലയായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ദ യങ്ങസ്റ്റ് ഇസ് 21. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് എത്രയാണ്? 21 വയസ്സാണ് ആയിട്ടുള്ളത്. വി വാച്ച്ഡ് ഫാസിനേറ്റഡ് ആസ് ദ ട്രീസ് അറൈവ്ഡ് ആൻഡ് were sorted out into hand-drawn carts, cycles, and even festooned like multiple garlands around the neck and shoulders of delivery dabbawalas. അപ്പോൾ ഇത് കണ്ടു നിന്ന് അവരെന്താണ് ഫാസിനേറ്റഡ് ആയിപ്പോയി, അത്രയും വണ്ടറായിപ്പോയി അവർക്ക്. ആസ് ദ ട്രീസ് അറൈവ്ഡ് ആൻഡ് were sorted out. ട്രെയിനിലൂടെ അറൈവ് ചെയ്യുന്നു, പിന്നെ അത് സോർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഹാൻഡ് ഡ്രോൺ കാർഡ്സ്, കയ്യിൽ ഉന്തിക്കൊണ്ടുപോകുന്ന ടൈപ്പ് കാർട്ട്, അതേപോലെ സൈക്കിള്, ഈവൻ ഫെസ്റ്റൂൺ പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക, ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലൻസ്, ഈ പൂമാലകൾ പോലെ ഈ ഒരു ഡബ്ബാവാലാസിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പല ലഞ്ച് ബോക്സസും തൂക്കിയിട്ടിട്ട് വരെ അവരിത് ക്യാരി ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന നമ്മൾ റൈറ്റേഴ്സ് എന്താണ് അത്ഭുതപ്പെട്ടു പോവുകയാണ്. We learned that all dabbawalas are put through rigorous training because they have to deal courteously with customers, and so ഓരോ ഡബ്ബാവാലാസിനും എന്താണ് റിഗറസ് ട്രെയിനിങ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. കനോട്ട് ബി അൺകൗത്ത് ഓർ ഡ്രിങ്ക്. അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിഞ്ച് ആവാൻ പാടില്ല, ഡ്രങ്ക് ആവാൻ പാടില്ല. അൺകൗത്ത് പറഞ്ഞാൽ സ്ട്രെയിഞ്ച്, ആളുകളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആളുകളെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് ഒരു കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അബിലിറ്റി വേണം. അതുപോലെ തന്നെ എന്താണ് ഡ്രങ്ക് ആവാൻ, മദ്യപിക്കാനൊന്നും പാടില്ല. അങ്ങനെ ഇവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ജോലിയിലേക്ക് വരുന്നത്. മോർ ഓവർ ഇഫ് ദേ ഫൊഗോട്ട് ടു വിയർ ദ ഡിസ്റ്റിങ്വിഷിംഗ് വൈറ്റ് ക്യാപ്സ് ദേ ആർ ഇനീഷ്യലി ഫൈൻഡ് എന്നാണ്. അതുപോലെ തന്നെ അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, തിരിച്ചറിയാൻ അവർക്കൊരു വൈറ്റ് ക്യാപ്പ് ഉണ്ട്. ഈ വൈറ്റ് ക്യാപ്പ് ധരിച്ചില്ലെങ്കിൽ എന്താണ് അവർക്ക് ഫൈൻ കിട്ടും ഫോർ ദ ഫസ്റ്റ് ഒഫെൻസ് ആൻഡ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ അസോസിയേഷൻ ഇഫ് ഇറ്റ് ഷുഡ് ഹാപ്പൻ അഗെയിൻ. ഇത് വീണ്ടും ആവർത്തിച്ച് എന്താണ് അവരുടെ ഈ ഒരു ഡബ്ബാവാല അസോസിയേഷനിൽ നിന്ന് അവരെ പുറത്താക്കുക വരെ ചെയ്യും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഓരോ ആളുകളും ഡബ്ബാവാലാസും ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നത്. ദേ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ് ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷൻ. അവരെന്താണ് അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. വി ലെഫ്റ്റ് ദ ഡബ്ബാവാലാസ് ടു ഗെറ്റ് ഓൺ വിത്ത് ദെയർ ഷെഡ്യൂൾ ആൻഡ് വാക്ക്ഡ് അക്രോസ് ദ ടീ സെൻറ്റർ ഫോർ അവർ ഓൺ ലഞ്ച്. അതിനുശേഷം എന്താണ് ഈ ഡബ്ബാവാലാസിനെ വിട്ട് ഇവർ നടന്നു പോകണം. ഇവരുടെ ഈ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവർ എന്തിനാണ് ഒരു ടീ സെൻറ്ററിലേക്ക് അവരുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നടന്നു പോവാണ്. ഇൻ ദ ലോബി നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ് വി നോട്ടീസ്ഡ് എ ഡബ്ബ അണ്ടർ എ ട്രസ്റ്റൽ ടേബിൾ. ഇവർ ലഞ്ച് കഴിക്കാൻ പോയ ആ ഒരു പ്ലേസിൽ എന്താണ് ഒരു ഡബ്ബ, ഒരു ട്രസ്റ്റൽ ടേബിൾ ഒരു ടൈപ്പ് ഓഫ് ടേബിളാണ്. ആ ഒരു മേശയുടെ അടിയിലായിട്ട് ഒരു ഡബ്ബ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സ് ഇവർ കാണുകയാണ്. ദ ഗാർഡ് ടോൾഡ് us that it belonged to someone in the Textile Export Promotion Council. ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിലെ ഏതോ ഒരു ആളുടെ ലഞ്ച് ബോക്സാണത്. ഓൺ ആൻ അപ്പർ ഫ്ലോർ, മുകളിലെ നിലയിലുള്ള ഒരാളുടെ ലഞ്ച് ബോക്സാണ്. വി വെൻറ്റ് അപ്പ് ആൻഡ് മെറ്റ് ഇ.എൽ. പൗലോ, ദ ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ. ഇവരെന്താണ് ഇ.എൽ. പൗലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാണ്. ഈ ഒരു ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. ഹി ലിവ്ഡ് ഇൻ ദ സബേർബ്സ് ഓൺ മിറ റോഡിലെ സബേർബ്സിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ആൻഡ് ഡീലിംഗ് വിത്ത് ഡബ്ബാവാലാസ് ഫോർ 10 years. ഏകദേശം 10 വർഷമായിട്ട് ഇദ്ദേഹം ഈ ഡബ്ബാവാലാസിൻ്റെ
സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ടോൾഡ് us that they pick up his ടിഫിൻ carrier at 8 every morning. ഓരോ ദിവസവും രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ ടിഫിൻ ബോക്സ് ഇവർ കളക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻ ഓൾ ദീസ് 10 years he said they have never missed. അവർ ഒരിക്കലും അത് മിസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സർവീസ്, വെരി റിലയബിൾ. അത്രയും വിശ്വസിക്കാൻ കഴിയുന്ന അത്രയും നല്ലൊരു സർവീസാണ് എന്ന് ഇദ്ദേഹം പറയാണ് ഡബ്ബാവാലാസിനെ കുറിച്ച്. സച്ച് എ കമൻറ്റ് ഫ്രം എ സീനിയർ എക്സിക്യൂട്ടീവ് ഹു ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഈസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എൻഡോഴ്സ്മെൻറ്റ്. ഇത്രയും ഉയർന്ന ഒരു എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ലൊരു കമൻറ്റ് കിട്ടുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻഡീഡ് എ ഗ്രേറ്റ് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് അംഗീകാരം, ഒരു മികച്ച അംഗീകാരം തന്നെയാണ് ഇതുപോലൊരു നല്ല കമൻറ്റ് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞത്. This particularly commendable when it is applied to a network. This is particularly commendable. തീർച്ചയായും ഒരു കമൻഡബിളായ പ്രശംസകൾ അർഹിക്കുന്ന ഒന്നാണ്. when it is applied to a network as wide ranging as the entirely grassroots generated as Mumbai's unique dabbawalas. അപ്പോൾ ഈ മുംബൈയിലുള്ള ഈ ഒരു യുണീക്കായിട്ടുള്ള, ഈ മുംബൈയിൽ തന്നെ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക്, അത്രയും വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്താണ്? തീർച്ചയായും നമുക്ക് പ്രശംസകൾ അർഹിക്കുന്ന ഒന്നാണ് എന്നാണ്. ആൻഡ് ഇഫ് യു വാണ്ട് അനേതർ എൻഡോഴ്സ്മെൻറ്റ്, ആൻഡ് ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് ഇനി വേറൊരു അംഗീകാരം കൂടെ വേണമെങ്കിൽ എന്താണ്? ആസ്ക് പ്രിൻസ് ചാൾസ്. പ്രിൻസ് ചാൾസിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്തതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഹ്യൂഗ് ആൻഡ് കോളിൻ ഗാൻസ്റ്റർ ആണ്. ആൻഡ് ദേ ആർ റിനൗണ്ട് ഇന്ത്യൻ കപ്പിൾ നോൺ ഫോർ ദ എക്സ്റ്റെൻസീവ് ട്രാവൽ റൈറ്റിംഗ് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ കപ്പിളാണ് ഇവർ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രാവൽ റൈറ്റിംഗ് കൂടാതെ ഫോട്ടോഗ്രഫി, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം വേൾഡിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ദേ ഹാവ് സ്പെൻഡ് ഇയേഴ്സ് എക്സ്പ്ലോറിങ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്. കൺട്രീനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യും, അതിൻ്റെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറിനൊക്കെ കുറിച്ച് പഠിക്കാനും അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ദേ ആർട്ടിക്കിൾ ഹാവ് അപ്പിയർഡ് ഇൻ വേരിയസ് പബ്ലിക്കേഷൻ ബോത്ത് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് പബ്ലിക്കേഷൻസിൽ ഇവരുടെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ദേ ഹാവ് ഓതേർഡ് സെവറൽ ബുക്സ്. ഒരുപാട് ബുക്സ് ഇവർ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ട്രാവൽ ഗൈഡ്സ്, ട്രാവലോഗ്സ്. Their photographs accompany their travel articles and books, providing readers with visual journey through destinations they explore. അതുപോലെ തന്നെ അവരുടെ ബുക്കിൽ എന്താണ്, ഇവർ ആ സ്ഥലങ്ങളിൽ നിന്നും പകർത്തിയ പിക്ചേഴ്സും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ട്രാവലോഗ്സൊക്കെ ആളുകളിലേക്ക് എത്തുന്നത്. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷനാണ് തന്നത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ്, ബാക്കി സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.